Welcome to PSCtalks. എൻ്റെ പേര് ലക്ഷ്മി മോഹൻ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മൊഡ്യൂൾ 6 ആയ ക്യാമ്പയിൻ എഗൻസ്റ്റ് ആൽക്കഹോളിസം എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യത്തേത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓഫ് ലിക്കർ പ്രൊഹിബിഷൻ, ഭരണഘടനയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ ലിക്കർ കൺസംഷൻ പ്രസൻറ്റ് സിനാരിയോ, അപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ അത്യാവശ്യം ഡോക്യുമെൻറ്റ്സ് നോട്ട് ഞാൻ തരും. അത് കൂടാണ്ട് അപ്ഡേറ്റ് ചെയ്യുക, എന്തെങ്കിലും ന്യൂസിൽ റെലവൻ്റ് ആയിട്ടുള്ള ആൽക്കഹോൾ കൺസംഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോഗ്രാംസോ സ്കീംസോ ഒക്കെ വരുന്നെങ്കിൽ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ടായിട്ട് ആ ഒരു സൈഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താ നീഡ് ഫോർ റെഗുലേഷൻ, എന്താണ് ഇത്തരത്തിലുള്ള ഒരു കൺസംഷൻസ്, ആൽക്കഹോൾ കൺസംഷൻ എഗൻസ്റ്റ് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് കൊണ്ടുവരുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കും. അടുത്തത് ക്യാമ്പയിൻ എഗൻസ്റ്റ് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അഡിക്ഷൻ, ആൽക്കഹോളിസത്തിനും ഡ്രഗ് അഡിക്ഷനും എഗൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ ക്യാമ്പയിൻസും പ്രോഗ്രാംസും ഉണ്ടെന്ന് നോക്കും. പിന്നെ വിമുക്തി പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഫങ്ഷണറീസ് അണ്ടർ ദ വിമുക്തി പ്രോഗ്രാം, ഈ ഒരൊറ്റ ഏരിയ വിമുക്തി പ്രോഗ്രാമിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കണ്ടോ, ഫങ്ഷണറീസ് അണ്ടർ ദി വിമുക്തി പ്രോഗ്രാം, എല്ലാ വർഷവും ഒരു ചോദ്യം ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 47 ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നമ്മുടെ Directive principles in the Constitution of India states that the state shall undertake rules to bring about prohibition of the consumption except for medicinal purpose of intoxicating drinks and drugs which are injurious to health. അപ്പോൾ മെഡിസിനൽ പർപ്പസിനല്ലാതെ എല്ലാ വിധത്തിലുള്ള എന്താണ് നമ്മുടെ മരുന്ന് ഉണ്ടാക്കുന്നതിന് മെഡിസിനൽ പർപ്പസിനും അല്ലാതെയുള്ള എല്ലാ കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സും ഡ്രഗ്സും പ്രൊഹിബിറ്റഡ് ആണ്, നിരോധിക്കണം എന്നാണ് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ എന്നാണ്. ഭരണഘടനയിൽ നമുക്കറിയാം മൗലിക അവകാശങ്ങളുണ്ട്, മൗലിക കടമകളുണ്ട്, അത് കൂടാതെ ഒരു സെക്ഷനുണ്ട് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട്, DPSP എന്നൊക്കെ പറയും. ഓക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതാണ് DPSP എന്ന് പറയുന്നത്. അങ്ങനെ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 47 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 47 പറയുന്നത് നമ്മൾ മെഡിസിനൽ പർപ്പസിനല്ലാതെ എല്ലാ വിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 47. പിന്നെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ആൽക്കഹോൾ ഇസ് സബ്ജക്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെ ടൈപ്പാണ് ലിസ്റ്റ് ആണുള്ളത്? യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ ആൽക്കഹോൾ എന്നുള്ളത് എവിടെയാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണെന്നുള്ള കാര്യം അറിയുക. സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ആൽക്കഹോൾ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ആൽക്കഹോൾ ഇസ് സബ്ജക്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് അണ്ടർ ദി 7th ഷെഡ്യൂൾ. ഏത് ഷെഡ്യൂളിലാണ് ലിസ്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നത്? ഭരണഘടനയിൽ നമുക്കറിയാം പലതരം പട്ടികകളുണ്ട്. എത്ര പട്ടികകളാണുള്ളത്? 12 പട്ടികയുണ്ട്. അതിൽ 7ാമത്തെ പട്ടിക 7th ഷെഡ്യൂളാണ് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആയിട്ടുള്ള ലിസ്റ്റുകളുള്ളത്. അതിൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് എവിടെയായിട്ട് വരും? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്തിലും എന്താണ് നിയമങ്ങൾ മാറി മാറി വരുന്നത്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റുകളൊക്കെ എന്താണ് ഡ്രൈ സ്റ്റേറ്റ് ആണ്, അവിടെ ആൽക്കഹോൾ കംപ്ലീറ്റ്ലി ബാൻഡ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിനനുസരിച്ച് വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഭരണഘടനാപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യമാണുള്ളത്. എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 47 ആദ്യത്തെ പോയിന്റ് വരുന്നത്. ആർട്ടിക്കിൾ 47 വഴി ആർട്ടിക്കിൾ 47 നിർദ്ദേശ തത്വത്തിൻ്റെ ഭാഗമായിട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ടൈപ്പിലുള്ള ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, മെഡിസിനൽ പർപ്പസ് അല്ലാതെയുള്ള ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്ക്സും ഡ്രഗ്സും പ്രൊഹിബിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാൻ എന്താ? 7th ഷെഡ്യൂളിലുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ആൽക്കഹോൾ വരുന്നത്. 7th ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ആൽക്കഹോൾ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മാപ്പിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് വിത്ത് ആക്റ്റീവ് പ്രൊഹിബിഷൻ. അപ്പം നിലവിൽ മദ്യം നിരോധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗുജറാത്ത് ഉണ്ട്, ബീഹാർ ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, മിസോറാം ഉണ്ട്. ഓക്കെ, നിലവിൽ ഏതൊക്കെയാണ്? ഗുജറാത്ത് 1960 മുതൽ പ്രസന്റ് ഡേ വരെ ഗുജറാത്തിൽ ബാൻഡാണ്. പിന്നെ ബീഹാറിൽ 2016 മുതൽ ബാൻഡാണ്.
നാഗാലാൻഡിൽ 1989 വരെ 89 മുതൽ ബാൻഡാണ്. പിന്നെ അതുപോലെ തന്നെ മിസോറാമിൽ 1997 മുതൽ 2014 വരെ ബാൻഡായിരുന്നു. അതിനുശേഷം ബാൻ മാറ്റിയതിനു ശേഷം 2019 മുതൽ വീണ്ടും ബാൻഡാണ്. അപ്പോൾ ഈ 4 സംസ്ഥാനങ്ങളാണ് നിലവിൽ. ഗുജറാത്ത്, ബീഹാർ, നാഗാലാൻഡ്, മിസോറാം, ഈ 4 സംസ്ഥാനങ്ങളിലും മദ്യം ബാൻഡാണ്. പിന്നെ സ്റ്റേറ്റ്സ് വിത്ത് പാർഷ്യൽ പ്രൊഹിബിഷൻ്റെ എക്സാമ്പിൾ ആണ് മണിപ്പൂർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് പ്രൊഹിബിഷൻ 1991 വന്നെങ്കിൽ കൂടി ഇപ്പോൾ പല സംസ്ഥാനത്തിലും 2002 മുതൽ പല സംസ്ഥാനങ്ങളിലും എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ, ഏതാണ് സംസ്ഥാനം? മണിപ്പൂരിൽ ചില പ്രത്യേക സംസ്ഥാനങ്ങളിലൊക്കെ 2002 മുതൽ മദ്യം അവൈലബിൾ ആണ്. ബാക്കിയുള്ളത് ഹരിയാനയിൽ കുറച്ച് നാൾ സ്റ്റേറ്റ്സ് വിത്ത് പ്രൊഹിബിഷൻ ഇൻ ദ പാസ്റ്റ്. പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചില സംസ്ഥാനങ്ങളിലെ ഇടക്കാലങ്ങളിലൊക്കെ പ്രൊഹിബിഷൻ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് ഹരിയാനയാണ്. 1996 മുതൽ 98 വരെ 2 വർഷം ബാൻഡ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ആന്ധ്രാപ്രദേശ് ഉണ്ട്. പ്രൊഹിബിഷൻ പീരീഡ് എന്ന് പറയുന്നത് 1994-97. ഇപ്പോൾ ഈ ഒരു സമയത്ത് തെലുങ്കാന നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് ആന്ധ്ര ആൻഡ് തെലുങ്കാന വരുന്നുണ്ട്. ആന്ധ്ര ആൻഡ് തെലുങ്കാന ഈ റീജിയനിൽ വരുന്നുണ്ട്. തമിഴ്നാടുവിൽ 1952 മുതൽ 1971 വരെ പ്രൊഹിബിറ്റഡ് ആയിരുന്നു. പിന്നെ കേരളത്തിൽ പ്രൊഹിബിഷൻ പീരീഡ് വളരെ പാർഷ്യലായിട്ടുള്ള പ്രൊഹിബിഷൻ പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സംസ്ഥാനത്തിലെ ബാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്.